ശാക്തീകരണത്തിന്റെയും ശോഭനമായ ഭാവിയുടെയും വാഗ്ദാനങ്ങൾ ഓരോ ഭാരതീയന്റെയും പടിവാതിക്കൽ എത്തുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര. പര്യടനം ഒരു മാസം പിന്നിടുമ്പോൾ രാജ്യത്തുടനീളം ഒരു വലിയ മാറ്റത്തിന്റെ കിരണം പരക്കുകയാണ്. പ്രതീക്ഷകൾ പിറക്കുകയാണ്. ജനകീയ പങ്കാളിത്തമാണ് പര്യടനത്തിന്റെ ആണിക്കല്ല്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പരിപാടിയും ഇതിന്റെ നേർസാക്ഷ്യങ്ങളാണ്. അജ്ഞത മൂലം അർഹതപ്പെട്ട ക്ഷേമ പദ്ധതികൾ നഷ്ടപ്പെട്ട നിരവധി പേർക്കാണിത് കൈത്താങ്ങാവുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എക്കാലത്തെയും വലിയ ജനസമ്പർക്ക സംരംഭമായി ഇത് മാറുകയാണ്. അടുത്ത വർഷം ജനുവരി 25 വരെ തുടരുന്ന യാത്ര രാജ്യത്തുടനീളമുള്ള 2.5 ലക്ഷത്തോളം ഗ്രാമപഞ്ചായത്തുകളിലും 4000-ലധികം നഗര തദ്ദേശ സ്ഥാപനങ്ങളിലും പര്യടനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. വെറും ഒരു മാസത്തിനുള്ളിൽ രാജ്യത്തെ 68,000 ഗ്രാമപഞ്ചായത്തുകളിലായി 2.5 കോടിയിലധികം പൌരന്മാരിലേക്ക് യാത്രയുടെ സന്ദേശം എത്തിയിട്ടുണ്ട്. കൂടാതെ ഏകദേശം 2 കോടിയോളം പേർ വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ ഇതുവരെ 2 കോടിയിലധികം വിവിധ പദ്ധതി ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മാറുന്ന കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ വെല്ലുവിളിയായി തുടരുകയാണ്. അതുപോലെ ക്ഷയം നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ ബാധിച്ച ഒരു മാരക രോഗമാണ്. ഇതുപോലെയുള്ള രോഗങ്ങളെ തിരിച്ചറിയാനും പ്രതിവിധികൾക്കുമുള്ള വേദിയായി മാറുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്ന ആരോഗ്യ ക്യാമ്പുകൾ. രാജ്യത്തുടനീളം 51,34,322 പേരാണ് ഇതുവരെ ആരോഗ്യ ക്യാമ്പുകളിൽ വിവിധ രോഗങ്ങളുടെ പരിശോധന നടത്തിയത്. ഇതിൽ 7,66,287 സിക്കിൾ സെൽ അനീമിയ പരിശോധനയും 35,14,793 പേർ ക്ഷയരോഗ പരിശോധനയും നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് അറിയാത്തവർ നിരവധിയാണ്. പദ്ധതിയെക്കുറിച്ചുള്ള അവബോധം വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഒരു ദൌത്യമാണ്. 10,12,367 ആയുഷ്മാൻ ഭാരത് കാർഡുകൾ ഇതുവരെ വിതരണം ചെയ്തു എന്നത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. രാജ്യത്തുടനീളം വിവിധ പദ്ധതികളുടെ നടപ്പിലാക്കൽ 100% കൈവരിച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ദിനേന വർദ്ധിക്കുന്നു എന്നത് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ വിജയമാണ്. ഇത്തരത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 100% ലക്ഷ്യം പൂർത്തീകരിച്ചത് 33,713 ഗ്രാമങ്ങളാണ്. ജൽജീവൻ മിഷനിൽ 24,925 ഭൂരേഖകളുടെ ഡിജിറ്റൈസേഷനിൽ 39,504, ODF പ്ലസ് 11,565 എന്നിങ്ങനെയാണ് ലക്ഷ്യം പൂർത്തീകരിച്ച ഗ്രാമങ്ങളുടെ കണക്ക്. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മേഖലയിലെ അസംഘടിത വിഭാഗത്തിൽപ്പെട്ട വ്യക്തിഗത സൂക്ഷ്മ സംരംഭങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ്. PMFME പദ്ധതി പ്രയോജനപ്പെടുത്തി പപ്പട വ്യവസായം നടത്തുകയാണ് കൊല്ലം സ്വദേശിനിയായ അംബിക ജെ. കരീപ്ര പഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ അവർ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്ര പദ്ധതികൾ താഴേക്കിടയിലുള്ള ജനങ്ങളെ എങ്ങനെ ശാക്തീകരിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് അംബികയുടെ വാക്കുകൾ. ബ്ലോക്കിൽ അൻസാർ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് മിഷൻ എല്ലാം കൂടെ ഒക്കെ വേണം, അപ്പൊ അതിന് 5 ലക്ഷം രൂപ ലോൺ വേണമെന്ന്. അപ്പോൾ സാറ് പറ PMVGPയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിന് ഈ വിപുലീകരണമായിട്ട് അത് പാടാ. FMEയുടെ ലോൺ ഒരെണ്ണം കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് സാറ് 1 മാസം പോലും എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് 5 ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 5 ലക്ഷം രൂപ വേണ്ടായിരുന്നു, എനിക്ക് കൊട്ടേഷൻ്റെ പൈസ മാത്രം മതിയെന്ന് പറഞ്ഞ് എനിക്ക് 3.5 ലക്ഷം രൂപ അവർ കൊട്ടേഷന് നേരെ ഇട്ട് തന്ന് ഞാനിപ്പോൾ പപ്പട യൂണിറ്റ് തുടങ്ങി. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചപ്പാത്തിയും കൂടെ തുടങ്ങണമെന്നുണ്ട്. ഇപ്പം ഇവിടെ പഞ്ചായത്തിൽ വ്യവസായവും കൂടെ ഉള്ള മേളയ്ക്ക് ലോൺ മേളയ്ക്ക് ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു യൂണിറ്റ് തുടങ്ങാൻ ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് തുടങ്ങിക്കോ, ഇത് കൊട്ടേഷൻ വാങ്ങിച്ചു കൊടുക്ക് തരാമെന്ന് പറഞ്ഞ്. ഇപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാമെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ്, നിങ്ങൾക്കൊന്ന് നല്ല അവസരങ്ങളാണ്. സംരംഭം വ്യവസായ ഓഫീസിൽ നിന്ന് എന്ത് സംരംഭം തുടങ്ങാൻ അവിടെ വലിയ പ്രോജക്റ്റിന് 35 ലക്ഷം രൂപയുടെയൊക്കെയാണ് പ്രോജക്റ്റുകൾ. നമ്മളൊരു കൊച്ചു പ്രോജക്റ്റാണ് ചോദിച്ചത്.
ചെയ്യാനുള്ള മനസ്സ്, നമ്മൾക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സഹായം ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്ത് എന്നുവെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് സഹായങ്ങളും ഉണ്ട്. നിങ്ങളെല്ലാവരും അത് ഏറ്റെടുത്ത് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. PMEGP പദ്ധതി ഉപയോഗപ്പെടുത്തി ലബോറട്ടറി എന്ന സ്ഥാപനം വിജയകരമായി നടത്തുകയാണ് തൃശൂർ സ്വദേശിനി സോണി CM. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ അവർ പങ്കുവച്ച അനുഭവം നിരവധി പേർക്കാണ് പ്രചോദനമായത്. നമസ്കാരം, എൻ്റെ പേര് സോണി. ഞാൻ എൻ്റെ രണ്ടാമത്തെ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു PMEGP ലോൺ ഞാൻ അപ്ലൈ ചെയ്തു. അതെനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആക്കി തന്നു. ഞാൻ ബന്ധപ്പെട്ട ബാങ്കായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്കീമിനെ കുറിച്ചിട്ട്. എൻ്റെ ഫ്രണ്ട് മുഖാന്തരമാണ് ഇതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. മുല്ലശ്ശേരിയിലുള്ള SBI ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെ നിന്ന് എനിക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ മുല്ലശ്ശേരി ബ്ലോക്കിലുള്ള ഒരു സാറിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. സുധീർ സാറാണ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്തത്. അത് പ്രകാരം പിന്നെ എനിക്ക് ഓൾറെഡി ഒരു സ്ഥാപനം റണ്ണിങ് ആണ്. എനിക്ക് ഓഫ്ലൈനായിട്ട് കുറച്ച് എഡ്യൂക്കേഷൻ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓൺലൈനായിട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് അടയ്ക്കേണ്ട വന്നു. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തി ഒരു 10 ദിവസത്തെ കോഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു സംരംഭം തുടങ്ങണം, എങ്ങനെ അത് വിജയിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ക്ലാസ് എടുത്ത് തരും. അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ എക്സാം ഉണ്ട്. അതിന് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് പ്രകാരം നമുക്കൊരു 10 ദിവസത്തെ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി, എനിക്ക് ലോൺ അവൈലബിൾ ആയി. കേന്ദ്ര പദ്ധതികൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന നിരവധി പേരുടെ പ്രതീകങ്ങളാണ് ഇവർ. അംബികയുടെയും സോണിയുടെയും ജീവിതാനുഭവങ്ങൾ അതുല്യമാണ്. അവ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന ലക്ഷ്യത്തോടെ വികസിത് ഭാരത് സങ്കല്പ യാത്ര പര്യടനം തുടരുകയാണ്. ഓരോ പൗരനും അർഹതപ്പെട്ട പദ്ധതികൾ ലഭ്യമാകുന്നു എന്ന് അത് ഉറപ്പുവരുത്തുന്നു. ഇത് പരിവർത്തനത്തിന്റെ അലയൊലികളാണ്. വികസിത ഭാരതം എന്നത് വെറുമൊരു വാഗ്ദാനമല്ല, ഭാവി യാഥാർത്ഥ്യമാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് പര്യടനത്തിലെ ഓരോ അനുഭവങ്ങളും. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളെ സർക്കാരുമായി ബന്ധിപ്പിക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. ഇത് രാജ്യത്തിന്റെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള കൂട്ടായ സ്വപ്നത്തിലേക്ക് വഴി തുറക്കുകയാണ്. ഇതിന് മികച്ച ഉദാഹരണമാണ് ഇടുക്കി ഇടമലക്കുടിയിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തും വിദൂര ആദിവാസി ഗ്രാമവുമാണ് ഇടമലക്കുടി. ഇടമലക്കുടി നിവാസികൾക്ക് ആവേശം പകരുന്നതായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ RP ഷൺമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വൽ യോജന പ്രകാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ ക്യാഷ് കണക്ഷൻ വിതരണം കൂടെ ഇന്ന് നടക്കുകയാണ്. അതുപോലെ തന്നെ ഇടമലക്കുടിയിലേക്കുള്ള ദൂരം വളരെ ബുദ്ധിമുട്ടിയാണ് ഇത്ര ജനം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര ആൾക്കാർ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സമ്മേളനത്തിൽ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വളവി അധ്യക്ഷനായിരുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൌകര്യവും ആധാർ സേവനങ്ങളും യാത്രയിൽ ലഭ്യമാക്കി. നബാർഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കൃഷി വിജ്ഞാന കേന്ദ്രം, ഇന്ത്യ പോസ്റ്റ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയും ഗോത്രനിവാസികളെ പരിചയപ്പെടുത്തി. വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവച്ചു. കലാപരിപാടികളും അരങ്ങേറി. വികസിത ഭാരത് സങ്കല്പ യാത്രയിലെ വൈവിധ്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ചണ്ഡീഗഡിൽ നിന്നുള്ള മോന. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഈ സംരംഭയ്ക്ക് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കാൻ അവസരം ലഭിച്ചു. और आप चंडीगढ़ में हैं, क्योंकि मैं भी पहले कभी चंडीगढ़ में रहता था लंबे अरसे तक। चंडीगढ़ में बहुत मैं परिचित हूँ। किस इलाके से आप हैं?
PM സ്വാനിധി പദ്ധതിയാണ് മോനയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഒരു ചെറിയ ചായക്കടയിലൂടെ പ്രതിരോധത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു മോന. मेरा काम बहुत अच्छा चलता है सर, चाय का काम है सर। अच्छा मोना जी, आपने बताया कि आप चाय की दुकान चलाती हैं, आपको हाँ जी। मुझे जानना है कि क्या अनुभव आता है? चाय खुद बनाती हैं और वो भी लोग बनाने वाले आपके साथ हैं? नहीं सर, मैं अकेली अपना काम करती हूँ। अच्छा। 6 से 10। हाँ जी कितने लोग दिन भर आते हैं? सुबह कितने बजे चालू कर देते हैं आप? सर 6 बजे आ जाती हूँ, शाम की 10 बजे जाती हूँ। अच्छा। സാമൂഹിക മുൻവിധികളെ മറികടക്കാനും സാമ്പത്തിക സ്വാശ്രയത്വത്തിന്റെ തനതായ ഇടം കണ്ടെത്താനും PM സ്വാനിധി മോനയ്ക്ക് കൈത്താങ്ങാകുകയായിരുന്നു. स्वनिधि का आपको लाभ मिला? हाँ जी, बहुत लाभ मिला मुझे। वहाँ पे मुझे 10,000 की लोन प्राप्त हुई। जब मुझे पता लगा, लॉकडाउन के टाइम पे बहुत स्थिति मेरी खराब हो गई थी, कोई सपोर्ट में नहीं था। फिर मैं अकेली हो गई, मैं कि अब कहाँ से, अब कैसे दुकान करूँगी। फिर मुझे कॉर्पोरेशन तरफ से फ़ोन आया कि मोना जी आपका लोन आया हुआ 10,000 का। मुझे बहुत खुशी हुई, मैं कि अब मैं खड़ी हो सकती हूँ। ഇങ്ങനെ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട ജനകീയ പങ്കാളിത്തത്തിലൂടെ വികസിത ഇന്ത്യക്കായുള്ള ദൃഢപ്രതിജ്ഞയ്ക്കുള്ള വേദിയാവുകയാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള വൈവിധ്യമാർന്ന സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത്. മിഷൻ പോഷൻ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, PM ഉജ്ജ്വല യോജന തുടങ്ങിയ മുൻനിര പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇത് തെളിയിക്കുന്നത്. പദ്ധതികൾ രാജ്യത്തെ എല്ലാ വനിതകൾക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര വലിയ പങ്ക് വഹിക്കുന്നു. ഓരോ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും തിരിച്ചറിയാൻ പര്യാപ്തമായ രീതിയിൽ പ്രാദേശിക ഭാഷകളിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് IEC വാനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പദ്ധതികൾ രാജ്യത്തെ എല്ലാ വനിതകൾക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ വികസിത് ഭാരത് സങ്കല്പ യാത്ര വലിയ പങ്ക് വഹിക്കുന്നു. ഓരോ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും തിരിച്ചറിയാൻ പര്യാപ്തമായ രീതിയിൽ പ്രാദേശിക ഭാഷകളിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് IEC വാനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രയ്ക്കിടെ വിവിധ പദ്ധതികളിലേക്ക് അർഹരായ ഗുണഭോക്താക്കളെ എൻറോൾ ചെയ്യുന്നതിനായി നൂതനമായ ഓൺ സ്പോട്ട് രജിസ്ട്രേഷൻ ഡ്രൈവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഭ്യമായ സ്കീമുകളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനിയിൽ ഉജ്ജ്വല യോജന തന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് സുനുമോൾ അനുഭവങ്ങൾ പങ്കുവച്ചു. എൻ്റെ പേര് സുനിമോൾ, ഞാൻ തേവലക്കരയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇപ്പം കുറച്ച് നാളുകൊണ്ട് വിറകടുപ്പിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്, ഒരു 4ാം ക്ലാസ്സിലും LKG. അവരേക്ക് രാവിലെ ചോറൊക്കെ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഈ ഉജ്ജ്വല സ്കീമിൽ ഗ്യാസ് കണക്ഷൻ കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. കിട്ടിയത് വലിയ ഉപകാരമാണ്. അത് കിട്ടിയത് സന്തോഷമുണ്ട്. അവരുടെ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. 2 കുട്ടികളുണ്ട്, അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ശ്വാസം മുട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാം രാവിലെ പണിയൊക്കെ തീരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ കിട്ടിയതിന് ശേഷം എനിക്കിപ്പം വളരെ സന്തോഷമുണ്ട്. എല്ലാ അസുഖത്തിനായാലും എല്ലാത്തിനും കുറേ മാറ്റങ്ങളുണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള മറ്റൊരു ഗുണഭോക്താവായ മോനിഷയ്ക്കും പങ്കുവയ്ക്കാനുള്ളത് സമാനമായ അനുഭവമാണ്. വിറകടുപ്പ് ഉപയോഗം നിരവധി രോഗങ്ങൾ പിടിപെടാൻ കാരണമായതായി അവർ പറയുന്നു. എൻ്റെ പേര് മോനിഷ, ഞാൻ കൊല്ലം ജില്ലയിൽ പതാലത്താണ് എൻ്റെ സ്ഥലം. ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഭാഗമായി എനിക്ക് ഇന്നിവിടെ ഗ്യാസ് കണക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇത്രയും നാളും ഞാൻ വിറകടുപ്പിലായിരുന്നു പാചകം ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. അവർ വരെയും ഈ ഒരു പുകയോ ശ്വസിക്കുകയും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ചുമ അങ്ങനെയുള്ള ജലദോഷങ്ങളൊന്നും വിട്ടുമാറാതെ തന്നെ പോവുകയും ചെയ്തു. ഈ ഒരു ഗ്യാസ് കണക്ഷൻ ആകുമ്പോൾ എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും എനിക്ക് താമസമാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഈ ഒരു സ്കീമിലൂടെ എനിക്ക് ഈ ഒരു പദ്ധതി പ്രകാരം എനിക്ക് ഈ ഉജ്ജ്വല സ്കീമിന് ഗ്യാസ് കണക്ഷൻ കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷവും എനിക്ക് ഇത് വളരെ വളരെ ഉപകാരമാണെന്ന് നല്ല നന്ദി. ശൂരനാട് വെച്ച് നടന്ന വികസിത് സങ്കല്പ യാത്ര
PM ഉജ്ജ്വല യോജനയുടെ ഭാഗമാകാൻ മോനിഷയെ സഹായിച്ചു. ഭർത്താവിന്റെ അപകടമരണത്തെ തുടർന്ന് 4 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായി ലഭിച്ചതായി PM സുരക്ഷ ബീമാ യോജന ഗുണഭോക്താവ് ഷീജ തളിപ്പറമ്പ് പറയുന്നു. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചേർന്നതല്ല. അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് സംസാരിച്ച പ്രകാരമാണ് ഞാൻ ഇൻഷുറൻസിലേക്ക് ചേർന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്കതിൻ്റെ 2 ഇൻഷുറൻസിൻ്റെതും കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടി. ആ സന്തോഷമാണ്, അതിൻ്റെ കൂടെ സങ്കടമുണ്ട്. ഇരുന്നാലും എനിക്കതൊരു ഉപകാരമായിരുന്നു. കണ്ണൂർ കുപ്പത്ത് നടന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അവർ. PMEGP പദ്ധതി പ്രയോജനപ്പെടുത്തി തൃശൂരിൽ അമേയ സ്വീറ്റ്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനി നടത്തുകയാണ് വിനീത സുരേഷ് ബാബു. മുളങ്കുന്നത്ത് കാവിൽ സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ ഈ സംരംഭക ഭാഗമായി. ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ മിഠായികൾ കയറ്റുമതി ചെയ്യുന്ന ഈ സ്ഥാപനം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണെന്ന് വിനീത പറയുന്നു. എൻ്റെ പേര് വിനീത സുരേഷ് ബാബു. ഞാൻ മുളങ്കാവിലാണ് താമസിക്കുന്നത്. ഞാനൊരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അമേയ സ്വീറ്റ്സ് എന്ന പേരിൽ. എനിക്ക് തുടങ്ങാനായിട്ടുള്ള എല്ലാ സാമ്പത്തിക ധനസഹായവും ലഭിച്ചിരുന്നത് PMEGPയുടെ ലോൺ വഴിയാണ്. PMEGPയുടെയും ഖാദി ബോർഡിൻ്റെയും ഇതിനകത്തുള്ള ഒരു യൂണിറ്റ്, അതിന് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അതിൽ സബ്സിഡി ആയിട്ടുള്ള പൈസകളും എനിക്ക് അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് കിട്ടി. ഇത് നടത്തുന്ന യൂണിറ്റ് മിഠായി ആണെങ്കിലും നമുക്ക് മിഠായി യൂണിറ്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചധികം പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് എക്സ്പോർട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ഹൈദരാബാദ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അവിടങ്ങളിൽ നമുക്ക് മിഠായി ചെയ്യുന്നുണ്ട്. കർണാടക, തമിഴ്നാട് അവിടെങ്ങളിൽ നമ്മൾ മിഠായി സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ദുബായ്, ബഹ്റൈൻ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് സഹായം നമുക്ക് ആ ഒരു സമയത്ത് ഞാൻ എഡ്യൂക്കേറ്റർ ആണെങ്കിലും എനിക്ക് ആ ഒരു സഹായം ലഭിച്ചുകൊണ്ട് മാത്രമാണ് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങാനായിട്ട് സാധിച്ചത്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന അനന്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കമ്പനി നടത്തുകയാണ് പാലക്കാട് കുളപ്പുള്ളിയിൽ നിന്നുള്ള അഞ്ജലി അംബരീഷ്. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഞാൻ അനന്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ഇവിടെ പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിൽ പാലക്കാട് ജില്ലയുടെ മൊത്തം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡിസ്ട്രിബ്യൂഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം പ്രയാഗ്, കെൻഡ്, ധീരജ്, ഇഫാബ് തുടങ്ങിയ ഒരുവിധ എല്ലാ റേഞ്ച് ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ബിസിനസ് റൺ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഏകദേശം 6 മാസമായി നമ്മൾ കാനറ ബാങ്കുമായിട്ട് ഇതിൻ്റെ ഡീലിങ്സ് നടത്തിക്കൊണ്ട് പോകുന്നു. സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ വളരെ നല്ല മികച്ച രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്താൻ ഇങ്ങനെ ഒരു ബിസിനസ്മാൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സ്കീമുകൾ ഇൻക്ലൂഡ് ചെയ്തതിന്. ഇനി ഇതേപോലെ ബിസിനസ്മാനുകൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവസരം. സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയാണ് അഞ്ജലിക്ക് സംരംഭം ആരംഭിക്കാൻ സഹായകരമായതെന്ന് അഞ്ജലി പറയുന്നു. വികസിത് ഭാരത് സങ്കല്പ യാത്ര തുടരുമ്പോൾ വനിതാ ശാക്തീകരണത്തിനായുള്ള സർക്കാരിന്റെ സമർപ്പണത്തിന്റെ ഉജ്ജ്വലമായ തെളിവാണ് ഈ പദ്ധതി ഗുണഭോക്താക്കളുടെ വാക്കുകൾ.